നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വലിയ ഹോസ്പിറ്റൽ ചെയിൻ കമ്പനി കൂടി മാർക്കറ്റിലേക്ക് എത്തുകയാണ്, പ്രഥമ വിപണിയിലേക്ക് എത്തുകയാണ്. കമ്പനിയുടെ പേര് പാർക്ക് മെഡിവേൾഡ് ലിമിറ്റഡ് എന്നാണ്. പാർക്ക് മെഡിവേൾഡ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസ് അറിയപ്പെടുന്നത് പാർക്ക് ഹോസ്പിറ്റൽസ് എന്നാണ്. അപ്പോൾ നമ്മളിനിയും കൂടുതലായിട്ട് പാർക്ക് ഹോസ്പിറ്റൽസ് എന്ന് തന്നെ നമുക്കും പറയാം. ഇന്ത്യയിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ചെയിൻസാണ് പാർക്ക് ഹോസ്പിറ്റൽസ് എന്നുള്ളത്. 3250ഓളം ബെഡ് കപ്പാസിറ്റി ഉള്ള വലിയ ഒരു ശൃംഖലയാണ് ഇത്. പ്രത്യേകിച്ച് ഹരിയാന പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നമ്പർ 1 ആണ്. അതായത് 1600ഓളം ബെഡുകളുള്ള ഹോസ്പിറ്റലാണ് ഹരിയാനയിലൊക്കെ ഉള്ളത്. ഹരിയാന മാത്രമല്ല, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം നിരവധി ഹോസ്പിറ്റലുകളാണ് ഇവർക്കുള്ളത്. ഈ പാർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയും, പാർക്ക് ഹോട്ടൽസ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർക്ക് ഹോസ്പിറ്റൽസ് ഇത് സെപ്പറേറ്റ് ആണ്. ഇവർക്ക് 30ഓളം സ്പെഷ്യാലിറ്റിയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് ഹോസ്പിറ്റലുകളെക്കുറിച്ചുള്ള കൂടുതൽ നോളജുള്ള ആൾക്കാരാണല്ലോ. അതായത് ഇൻറ്റേർണൽ മെഡിസിൻസ്, ന്യൂറോളജി, യൂറോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ഓർത്തോപീഡിക്, പിന്നെ ഓൺകോളജി, കാർഡിയോളജി, ജനറൽ സർജറി തുടങ്ങിയിട്ടുള്ള 30ഓളം സെക്ടറുകളിലാണ് കമ്പനി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ വരുന്നത് ഡിസംബർ 10 മുതൽ 12 വരെയാണ് ഇത് ഓപ്പണായിരിക്കുന്നത്. 920 കോടി രൂപയാണ് കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 770 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ ഇഷ്യൂ ആണ്, 150 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലുമാണ്. അപ്പം നമുക്ക് ഈ പാർക്ക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പാർക്ക് മെഡിവേൾഡ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഈ പാർക്ക് ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യങ്ങൾ 1014 ഡോക്ടേഴ്സ്, 2142 നേഴ്സസ്, 870 ICU ബെഡുകൾ, പിന്നെ ഏകദേശം 67 ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ്, പിന്നെ 2 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ യൂണിറ്റുകളുണ്ട്, പിന്നെ റോബോട്ടിക് അസിസ്റ്റൻറ്റ് സർജറി സിസ്റ്റംസ്, ട്രോമ സെൻറ്റേഴ്സ്, ഓക്സിജൻ ജനറേഷൻ പ്ലാന്റുകൾ, ഇതെല്ലാം ഈ പാർക്ക് ഹോസ്പിറ്റൽസിൻ്റെ പ്രത്യേകതകളാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾക്കുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവർക്കും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. 2028 ആകുമ്പോഴത്തേക്കും 4900 ബെഡുകളുള്ള കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റൽ ശൃംഖലയായിട്ട് ഇത് മാറും. കാരണം അംബാലയിലും പഞ്ചകുലയിലും റോത്തക്, ഗോരഖ്പൂർ, ന്യൂഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ ഹോസ്പിറ്റൽ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഹോസ്പിറ്റൽസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. അജിത് ഗുപ്ത എന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്നയാളാണ്. ഡോക്ടർ അജിത് ഗുപ്തയാണ് ഇതിൻ്റെ ചെയർമാനും ഓൾ ടൈം ഡയറക്ടറും. അദ്ദേഹം കൂടാതെ അങ്കിത് ഗുപ്ത എന്ന് പറയുന്ന ഒരു കോ ഫൗണ്ടർ കൂടി ഇതിനുണ്ട്. ഇവരുടെ കൈവശമാണ് 95.55% ഓഹരികൾ ഇഷ്യൂവിന് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 82.89% കുറയും. ഇവരാദ്യം സെബിക്ക് സബ്മിറ്റ് ചെയ്തിരുന്ന പ്രപ്പോസലിൽ 1260 കോടി രൂപയ്ക്കുള്ള ഒരു IPO ആയിരുന്നെങ്കിലും അത് പിന്നീട് അത് റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ 920 കോടിക്കുള്ളതാണ്. അതിൽ 770 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളാണെങ്കിൽ 150 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഈ അജിത് ഗുപ്ത എന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊമോട്ടർ വിറ്റഴിക്കുന്നതാണ്. അപ്പോൾ അതിൽ 95.55% ഇവരുടെ കൈവശമാണല്ലോ. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 4.55% ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതിൽ പ്രധാനമായിട്ട് അബാക്കസ് അസറ്റ് മാനേജർ, പിന്നെ കാർനെലിയൻ ഉണ്ട്, പിന്നെ SBI ജനറൽ ഇൻഷുറൻസ്, സട്ടാവ ഡെവലപ്പേഴ്സ്, ഉറുദാവൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള വലിയ ഫണ്ടുകളാണ് ഇതിൽ മറ്റ് പ്രധാന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ളത്. ഇനി കമ്പനിയുടെ മറ്റ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ റവന്യൂ 2024 1263.08 കോടി രൂപയായിരുന്നത് 2025 ആയപ്പോൾ 1425.97 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു 13% വളർച്ചയാണ് റവന്യൂവിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 152.01 കോടിയുടെ വരുമാനം അല്ലെങ്കിൽ ലാഭം
കമ്പനിക്കുണ്ടായപ്പോൾ അത് 2025 ആയപ്പോഴത്തേക്കും 213.22 എന്നുള്ള ലെവലിൽ ഒരു 40% വർധനവ് നെറ്റ് ഇൻകത്തിലും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ EPS പോസ്റ്റ് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് 6.44 എന്നും PE 25.14 എന്നുമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ നുവാമ വെൽത്ത് മാനേജ്മെൻ്റ് ആണ് പ്രധാനമായിട്ടുള്ള ലീഡ് മാനേജർ. രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. നമുക്കിനി ഇതിൻ്റെ പ്രധാന പിയർ കമ്പനികൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലിസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽസും ഫോർട്ടിസ് ഹെൽത്ത് കെയറുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രധാന ഹോസ്പിറ്റൽസുകൾ. അത് കൂടാതെ ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഇവർ 770 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികൾ വഴി സമാഹരിക്കുന്നുണ്ട്. 770 കോടി രൂപ അതെന്തിനു വേണ്ടി വിനിയോഗിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു 370 കോടി രൂപ അവരുടെ പേയ്മെൻറ്റ്സ് കടബാധ്യതകളും എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പുതിയ ഹോസ്പിറ്റൽസിൻ്റെ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ചിലവിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള പാർക്ക് മെഡിസിറ്റി, ബ്ലൂ ഹെവൻസ് തുടങ്ങിയിട്ടുള്ള സബ്സിഡിയറികൾക്ക് വേണ്ടിയിട്ട് ഒരു 60.5 കോടി രൂപ ചിലവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു 27.46 കോടി രൂപയ്ക്കുള്ളത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ട് അവരുടെ ബ്ലൂ ഹെവൻസ് എന്നും രത്നഗിരി എന്നും പറയുന്ന 2 സബ്സിഡിയറികളുണ്ട്. അതിൻ്റെ ആ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള തുക അവർ തീർച്ചയായിട്ടും അക്വിസിഷൻസിനും പിന്നെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുമെന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. പാർക്ക് മെഡിവേൾഡ് അല്ലെങ്കിൽ പാർക്ക് ഹോസ്പിറ്റൽസ് എന്നുള്ള ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡിസംബർ 10 മുതൽ 12 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 154 രൂപ മുതൽ 162 രൂപ വരെയാണ്. 770 കോടി രൂപയ്ക്കുള്ളതാണ്. ഫ്രഷ് ഓഹരികളെങ്കിൽ 150 കോടി രൂപയുടെ ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർ വിറ്റഴിക്കുന്ന ഓഫർ ഫോർ സെയിലുണ്ട്. അപ്പോൾ 920 കോടി രൂപയ്ക്കുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ. 92 ഓഹരികളാണ് ഒരു റീറ്റെയിലർ വാങ്ങേണ്ട മിനിമം ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 2 രൂപയേ ഉള്ളൂ. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് കമ്പനി. ഡിസംബർ 15 ആയിരിക്കും ഇതിൻ്റെ അലോക്കേഷൻ എന്ന് കരുതപ്പെടുന്നു. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് ഡിസംബർ 17 ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 154, 162 എന്നുള്ളത് റീസണബിളി പ്രൈസ്ഡ് ആണെന്ന് ഏണിങ്സ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6997.28 കോടി രൂപയായിരിക്കും ഇഷ്യൂ കഴിയുമ്പോൾ എന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളവരോട് ഇത് പെട്ടെന്ന് ഇതിലൊരു ലാഭം ലിസ്റ്റിംഗ് സമയത്ത് ഒരു ചെറിയ ലാഭം കിട്ടിയേക്കാമെങ്കിൽ ലോങ് ടേമിൽ ഇത് വളരെ നല്ലൊരു ഓഹരി തന്നെയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് അതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.